ഇപ്പോൾ തൃശൂരിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ അവിടെ പോലീസ് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തത്സമയ സംഘർഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ട കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് തൃശ്ശൂരിലെ ദൃശ്യങ്ങളാണ്. തൃശ്ശൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം കർണാടകയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം നിയമസഭയിലും പുറത്തും ആരോപണം ഉന്നയിച്ചിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നു. അവരെ പിരിച്ചുവിടാൻ തൃശ്ശൂരിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവരവിടെ സംഘടിതമായി തന്നെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദിലീപ് കുമാർ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി റോസൽ രാജ, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, വലിയ പ്രവർത്തകരാണ് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 500-ലധികം വരുന്ന പ്രവർത്തകരുണ്ട്. അവർ ബാരിക്കേഡ്, കളക്ടറേറ്റിന് മുൻവശത്തെ ബാരിക്കേഡ് മറിച്ചിടാൻ വലിയ ശ്രമം നടത്തി. പോലീസിന് നേരെ തങ്ങൾ കൊടികെട്ടി വന്ന പൈപ്പടക്കം വലിച്ചെറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മലിനജലം ഈ ജലപീരങ്കിയിൽ അടിച്ചു എന്ന തരത്തിൽ ഉള്ള ആക്ഷേപമുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. പോലീസിന് നേരെ കമ്പും അതുപോലെ തന്നെ ആ പ്രദേശത്തെ മണ്ണുകളും അടക്കം എറിയുകയാണ്. പോലീസ് ശക്തമായ രീതിയിലുള്ള ജലപീരങ്കി വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തായാലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ആ മേഖലയിൽ തന്നെ തുടരുകയാണ്. നിരവധി പ്രവർത്തകർക്ക് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പിരിഞ്ഞു പോകില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ തന്നെ തുടരുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ തയ്യാറായാൽ ശക്തമായ പോലീസ് സന്നാഹം കളക്ടറേറ്റ് വളപ്പിനകത്ത് ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ജലപീരങ്കി വീണ്ടും അടിച്ച് പ്രവർത്തകർ വീഴുന്ന ഒരു സാഹചര്യം വരെ ആ മേഖലയിൽ കാണുന്നുണ്ട്. കളക്ടറേറ്റ് പ്രധാനപ്പെട്ട മേഖലയാണ്. ആ മേഖലയിലേക്കാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ സമരവുമായി എത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ സമരമാണ്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. അതിന്റെ ഏറ്റവും ആദ്യമെന്നോണമാണ് തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു ശക്തമായ ജലപീരങ്കി പ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രവർത്തകർ പോലും പിരിഞ്ഞു പോകുന്നില്ല. അവർ അവിടെ തന്നെ തുടരുകയാണ്. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വനിതാ പ്രവർത്തകരടക്കം ആ ജലപീരങ്കി പ്രയോഗത്തിനിടയിൽ പെട്ടുപോയിട്ടുണ്ട്. അവർ അവിടെ തന്നെ നിൽക്കുന്നത്. ജലപീരങ്കി പ്രയോഗം അവസാനിച്ചിട്ടുണ്ട്. വീണ്ടും പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ വേണ്ടിയുള്ള ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാരിക്കേഡ് മറിച്ചിടുകയാണ്. കമ്പ്, കൊടികെട്ടി വന്ന പൈപ്പുകളടക്കം ഈ പോലീസുകാർക്ക് നേരെ വലിച്ചെറിയുന്നുണ്ട്. ശക്തമായ സമരം. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐ നേതാക്കൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി വലിയ ജനപങ്കാളിത്തം, വലിയ യുവജന പങ്കാളിത്തം ഇതിൽ ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ റെയിൻകോട്ട് അടക്കമുള്ള സംവിധാനങ്ങളുമായാണ് ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നത്. അവരെല്ലാം തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിച്ചാൽ കൂടുതൽ നടപടി, ശക്തമായ നടപടി എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ACP ശശിധരന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം, ഈസ്റ്റ് പോലീസ് അതുപോലെ തന്നെ ടൗൺ വെസ്റ്റ് പോലീസ് അടക്കമുള്ള വലിയൊരു സംഘം അതിനകത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അതിനുള്ള സംവിധാനങ്ങളും ആ മേഖലയിൽ ഒരുക്കി വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ പോലീസ് അവിടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും പ്രതിഷേധക്കാർ ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഇനി എവരും മുറ്റുനോക്കുന്നാലും ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ശക്തമായ സമരം. ഈ ബജറ്റിൽ മദ്യത്തിന്റെ തീരുവ കുറയ്ക്കാനുള്ള ഈ ഒരു നീക്കം ഇവിടെ മദ്യത്തിൽ ആളുകളെ മുക്കിക്കൊല്ലാനുള്ള അഴിമതിയുടെ ഭാഗമാണ്, അഴിമതി പണമാണ് അതെന്നാണ് ആക്ഷേപമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. എന്തായാലും ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.